ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. നമ്മൾ ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി ഇറങ്ങുമ്പം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, മാറ്റങ്ങൾ എപ്പോഴും നമ്മളെ ഡ്രസ്സിങ്ങിൽ കൊണ്ടുവരാറുണ്ട്. അതൊരു നല്ല ശീലമാണ്. നമ്മൾ മാത്രം ആ ശീലം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ നമ്മൾ കുറച്ച് പിറകിലായി പോകും. സോ അപ്ഡേറ്റ്സ് എല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ ഇപ്പോൾ 2022 നിൽക്കുന്നത്. സോ 2022 ചുരിദാർ ഇടുമ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ 5 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. സോ ഈ 5 പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ചുരിദാർ ഇടുമ്പോൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എൻ എക്സ്ട്രാ സ്റ്റാൻഡേർഡ് ലുക്ക്. സോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് നമ്പർ 1 പറയാനുള്ളത് കളർ ആൻഡ് പാറ്റേൺ ആണ്. സോ ഫസ്റ്റായിട്ട് കളറിൽ നമ്മൾ എപ്പോഴും വെരി ലൈറ്റായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള കളേഴ്സ്, ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊരു കളറിൻ്റെയും വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന കളറുകൾ, വെരി ലൈറ്റ് ഷെയ്ഡ്സ് മാത്രം സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ന്യൂഡ് ഷെയ്ഡ്സിൽ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ പോയി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വൈറ്റ് പോലെ തോന്നും, പക്ഷെ അത് മറ്റൊരു കളറിൻ്റെ വൈറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും ലൈറ്റ് ഷെയ്ഡായിരിക്കും, വൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഷെയ്ഡ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വേറെ വരുമ്പോൾ പാറ്റേൺ പറയുമ്പം ഫുൾ ചുരിദാറും ഒറ്റ പാറ്റേണിൽ സോളിഡ് പാറ്റേൺ ആയിരിക്കണം, ഒറ്റ ഷെയ്ഡ്സ് ആയിരിക്കണം. അതായത് ഷോളും പാൻസും ടോപ്പും സെയിം കളറിലായിരിക്കണം, സോളിഡ് കളറായിരിക്കണം അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കാഷ്വലായിട്ടും ഫോർമലായിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റും. പാർട്ടി വെയർ ആയിട്ടും ഒരു ഫോർമൽ വെയർ ആയിട്ടും കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ലൈറ്റ് ടോണായിരിക്കും ചുരിദാറിന് ഉണ്ടാവുക. പോയിന്റ് നമ്പർ 2 വരുന്നത് ചുരിദാറിൻ്റെ ഷോൾ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾ ഹിജാബ് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറിനോട് അറ്റാച്ച് ചെയ്ത് കിട്ടിയ ഷോൾ മാത്രം ഹിജാബായിട്ട് ഇടുക. പുറത്തുനിന്നുള്ള ഷോൾ വേറെ റോൾ ചെയ്തിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഷോളും കൂടിയും എടുത്തിട്ട് നിങ്ങളുടെ ലുക്ക് ഭയങ്കര ഹെവി ആക്കാതെ ഇരിക്കുക. ഇപ്പോഴത്തെ ട്രെൻഡല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഷോൾ തന്നെ വൺ സൈഡായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഹിജാബായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൺ സൈഡായിട്ടുള്ളൊരു ട്രെൻഡിൽ ചുരിദാർ ഷോൾ യൂസ് ചെയ്യാം. ഇനി അതന്നെ ഒരുപാട് ലെയറൊക്കെ എടുത്ത് ഒരുപാട് റോൾ ചെയ്ത് ഭയങ്കര ഒരു ഹെവി ലുക്ക് ഉണ്ടാക്കരുത്. സിമ്പിളായിട്ടിടുക, ഒരുപാട് പിന്നൊന്നും യൂസ് ചെയ്യാതെ ഒരു വൈഡ് കവറേജ് കൊടുത്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ലുക്കാണ് ചുരിദാറിന് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാൽ പുറത്തുനിന്നുള്ള ഷോളുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സോളിഡ് ആയിരിക്കണം. ഫുള്ള് ദുപ്പട്ടയും പാൻസും ഷോളും ഒരേ കളറായിരിക്കണം. അതാണ് പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3 വരുന്നത് ചുരിദാറിൻ്റെ ഫാബ്രിക് ആണ്. അതായത് അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിഫ് അല്ലാത്ത, കുറച്ച് കുഴഞ്ഞ് അധികം ടഫ്നെസ് തോന്നാത്ത രീതിയിലുള്ള സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയലാണ് 2022 ലീഡ് ചെയ്ത് നിൽക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള കുഴഞ്ഞ മെറ്റീരിയൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മൾ ജോർജറ്റ്, ഷിഫോണ്, ലിനൻ കോട്ടൺ പോലത്തെ ഒരുപാട് തിക്നെസ് ഉള്ള കോട്ടൺ ഇപ്പം അധികം കാണാറില്ല. അതുപോലെ തന്നെ ഇനിയിപ്പം ടോപ്പ് ഏത് മെറ്റീരിയലിൽ വന്നാലും ഷോൾ അധികവും ഷിഫോണിലുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. ഷോള് ഷിഫോൺ വരുമ്പോഴാണ് ഇപ്പോൾ കൂടുതലായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ള് ഹെവി ആയിട്ട് വർക്ക് വരുന്നത് ഒഴിവാക്കുക. ചെറിയ നാരോ ആയിട്ടുള്ള ചെറിയ ലൈറ്റ് വർക്ക്സ് വരുന്ന, ലൈറ്റ് പ്രിൻ്റ് വരുന്ന അല്ലെങ്കിൽ സ്മോൾ ബീഡ്സ് വരുന്ന വർക്കുകളാണ് ഇപ്പോൾ ഉണ്ടാവേണ്ടത്. അതിന് ടോപ്പിൽ ഫുള്ള് വർക്ക് ഓക്കെയാണ്, പക്ഷേ ഷോൾ അധികവും സോളിഡായിട്ട് വർക്കില്ലാത്ത ഷോളായിരിക്കും. വർക്കുള്ള ഷോളും ഓക്കെയാണ്, പക്ഷേ കൂടുതലായിട്ടും പ്ലെയിൻ ഷോളാണ് അതിൻ്റെ ഒരു ഭംഗി
വരുന്നത്. മറ്റ് ഷോൾ വർക്കുള്ള ഷോളും ഉണ്ട്, പക്ഷേ വലിയ ഫ്ലോറൽ വർക്കുള്ളത്, വലിയ പ്രിൻ്റുള്ള, വലിയ ലേസ് വർക്കുള്ളത്. അതുപോലെ തന്നെ ലേസ് വർക്ക് ഒഴിവാക്കാം. ലേസ് വർക്ക് കുറച്ച് പഴയ മോഡലാണ്. അപ്പോൾ വലിയ പൂക്കളുള്ളത് അത് വേണ്ട. അധികം തോന്നാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്ന, ചെറിയ ചെറിയ മുത്തുകൾ വരുന്ന വർക്കാണ് കൂടുതലായിട്ടും ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഷോളിൻ്റെ എൻഡിൽ ബീഡ് വർക്ക് വരുന്നത് പുതിയ മോഡലായിട്ടുണ്ട്. അതുപോലെ പാൻസിൽ വർക്ക് വരുന്നില്ല. പാൻസ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കും. പാൻസിൻ്റെ മോഡൽ അധികവും സിഗരറ്റ് പാൻസോ പ്ലാസോസോ ആയിരിക്കും. അതുപോലെ പാൻസിൻ്റെ ലെങ്ത്ത് എപ്പോഴും ഇപ്പോൾ ആംഗിൾ ലെങ്ത്തിൻ്റെ കുറച്ച് മേലെ ആയിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4 ആണ്. അതിൽ വരുന്നത് ഫുഡ് വെയർ ആൻഡ് ആക്സസറീസ് ആണ്. ചുരിദാറിലേക്ക് നിങ്ങൾ എങ്ങനത്തെ ഫുഡ് വെയർ ആണ്, സാൻഡൽസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജുട്ടീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് കാഷ്വൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോർമൽ അല്ലാത്ത എല്ലാ ടൈപ്പും. ഇപ്പോൾ ഹാഫ് ഷൂസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പകരം നിങ്ങൾക്ക് ജുട്ടീസ് യൂസ് ചെയ്യാം. പാർട്ടി വെയർ അല്ലെങ്കിൽ കാഷ്വൽ ചുരിദാറിലേക്കൊക്കെ ജുട്ടീസ് സൂപ്പറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്സോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കാഷ്വൽ വെയർ ആയിട്ടുള്ള സാധാരണ സാൻഡൽസ് അല്ലെങ്കിൽ ഹീൽസ്, ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ഏത് മോഡൽ ചെരുപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെവി ആയിട്ടുള്ള സ്നിക്കേഴ്സ്, ഷൂസ്, സ്പോർട്സ് ഷൂസൊക്കെ ചുരിദാറിലേക്ക് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് മാച്ചിങ് ഉണ്ടാവില്ല. സോ സ്പോർട്സ് ടൈപ്പ് ലേസ് വരുന്ന സ്നിക്കേഴ്സ് പോലെയുള്ള ഷൂസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫാൻസി ടൈപ്പ് സ്റ്റോൺ വരുന്ന പാർട്ടി വെയർ പോലെയുള്ള ജുട്ടീസ് പോലെയുള്ള അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും കാഷ്വൽ വെയർ ആയിട്ടുള്ള ഹീൽസ് വരുന്ന യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ആക്സസറീസ് ആണ്. സ്ലിങ് ആയിട്ടുള്ള ഒരു ബാഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഹാൻഡിൽ നിങ്ങൾക്കൊരു വാച്ച് മസ്റ്റാണ് ഇപ്പോൾ ആക്സസറി ആയിട്ട്. നെക്സ്റ്റ് മറ്റേ കയ്യിൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ, സിൽവർ, പ്ലാറ്റിനം ആ ഒരു ടൈപ്പ് സിമ്പിളായിട്ടുള്ള ഒരു ബാങ്കിൾ യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും. സിമ്പിളാവണം, ഒരുപാട് വിടുത്ത് ഉണ്ടാവാൻ പാടില്ല ബാങ്കിൾ. അതുപോലെ തന്നെ വേറൊരു ആക്സസറി എന്ന് പറയുന്നത് നല്ലൊരു ഹെവി ടൈപ്പ് കമ്മൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത്രയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആക്സസറീസും കൂടി നിങ്ങൾ ചുരിദാറിലേക്ക് കോമ്പിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചുരിദാറിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് 4 പോയിൻറ്റ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുലു. ടേക്ക് കെയർ. ബൈ.